Hello everyone, welcome to Midslit. This is Midulaj. Today we are going to learn about William Shakespeare. William Shakespeare was an English poet, playwright, and actor, widely regarded as the greatest writer in the English literature and the world's preeminent dramatist. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈവൻ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ പോലും സാഹിത്യ ലോകത്ത് നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ പോലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും വില്യം ഷേക്സ്പിയർ. അതിന് കാരണം മറ്റൊന്നുമല്ല, ലോക സാഹിത്യത്തിൻ്റെ ഭൂപടത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരുപാട് ടേംസ് ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത് ചിലർ അത് ഷേക്സ്പിയറിൻ്റെത് തന്നെയാണോ എന്ന് പോലും അറിയാതെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചാബല്യമേ നിൻ്റെ പേരോ സ്ത്രീ എന്ന് കേട്ടിട്ടില്ലേ? ഫ്രയൽറ്റി ദൈ നെയിം ഈസ് വുമൻ, ഷേക്സ്പിയറിൻ്റെ കോട്ടാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് ടേംസ് ഷേക്സ്പിയറിൻ്റെതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഷേക്സ്പിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം അത്രമാത്രം ലോകപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ് വില്യം ഷേക്സ്പിയർ. സോ മുഖവുരകളൊന്നും തന്നെ ആവശ്യമില്ലാത്തൊരു എഴുത്തുകാരനാണ്. സോ നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹി വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്, പ്ലേ റൈറ്റ് ആൻഡ് ആക്ടർ. ഹി ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് ദി ഗ്രേറ്റസ്റ്റ് writer in the English language and the world's preeminent dramatist. And he was born on 23 April 1564 in Stratford upon Avon in England. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട്. അദ്ദേഹം ജനിച്ച അതേ ദിവസം തന്നെയാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണവും ഏപ്രിൽ 23 തന്നെയാണ്. അത് 1616 1616 അദ്ദേഹം മരിക്കുന്നത്. ആൻഡ് ഹി വാസ് ബോൺ ഓൺ 23 April 1564 ഇൻ സ്റ്റാഫോർഡ് അപ്പോൺ ഏവോൺ ഇൻ ഇംഗ്ലണ്ട്. ആ സ്ഥലം മറക്കരുത്, സ്റ്റാഫോർഡ് അപ്പോൺ ഏവോൺ. കാരണം ഹി ഈസ് വൈഡ്ലി നോൺ ആസ് ബാർഡ് ഓഫ് ഏവോൺ. അദ്ദേഹം he is often called England's national poet and the bard of Avon. ഏവണിൻ്റെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്ന ബാർഡ് ഓഫ് ഏവൺ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഏവണിൽ ജനിച്ചതുകൊണ്ടാണ്. ആൻഡ് ഹി വാസ് ദി തേർഡ് ചൈൽഡ് ഓഫ് ജോൺ ഷേക്സ്പിയർ ആൻഡ് മേരി ആർഡൻ. ഇവിടെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരാണ് പറയുന്നത് അടുത്തതായിട്ട്. ഹി വാസ് ദി തേർഡ് ചൈൽഡ് ഓഫ് മേരി ആർഡൻ ആൻഡ് ജോൺ Shakespeare. He was probably educated at the King Edward VI Grammar School in Stratford, where he learned Latin and little Greek and read the Roman dramatist. അദ്ദേഹം നമ്മളെപ്പോലെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസമൊന്നും ലഭിച്ച ആളായിരുന്നില്ല. അദ്ദേഹം ലോകപ്രശസ്തമായ ഒരുപാട് വർക്കുകളൊക്കെ രചിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എലമെൻ്ററി ലെവൽ എഡ്യൂക്കേഷൻ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. അദ്ദേഹം കിങ് എഡ്വേർഡ് IV ഗ്രാമർ സ്കൂളിൽ അദ്ദേഹം കുറച്ചു കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അദ്ദേഹം കുറച്ച് ലാറ്റിനും കുറച്ച് ഗ്രീക്കും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള റോമൻ ഡ്രമാറ്റിസ്റ്റുകളെ അദ്ദേഹം ഇവിടെ നിന്നാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹം അവരുടെ വർക്കുകളൊക്കെ ഇവിടെ നിന്നാണ് വായിച്ച് തുടങ്ങുന്നത്. ആൻഡ് അറ്റ് 18 he married Anne Hathaway. It is believed that after marriage and the birth of his children, William Shakespeare shifted to London to begin his apprenticeship as an actor and later rose to the position of a playwright and producer of plays. So നമ്മളെയൊന്നും പോലെയല്ല, അദ്ദേഹം മിടുക്കനായിരുന്നു. അദ്ദേഹം 18-ാമത്തെ വയസ്സിൽ തന്നെ ഒരു പ്രണയ വിവാഹം കഴിച്ചു. ആൻ ഹാത്വേ എന്ന ഒരു സ്ത്രീയെ, തന്നെക്കാളും 8 വയസ്സിന് മൂത്ത ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് മക്കളുണ്ടായി.
അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ ജനനത്തിന് ശേഷം അദ്ദേഹം ലണ്ടനിലേക്ക് താമസം മാറുകയും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ സ്റ്റാഫോർഡിൽ നിന്ന് ലണ്ടനിലേക്ക് അദ്ദേഹം താമസം മാറുകയും അവിടെ ആദ്യമായിട്ടൊരു ആക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ തിയേറ്റർ കരിയർ ആരംഭിക്കുകയും പിന്നീട് അദ്ദേഹം ഒരു നാടകകൃത്തായിട്ടും നാടകങ്ങളുടെ നിർമ്മാതാവുമായിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് പണം സമ്പാദിക്കുകയും ചെയ്തു. പണം മാത്രമല്ല, ഒരുപാട് പ്രശസ്തിയുമൊക്കെ അദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി. കാരണം അതിനൊക്കെ കാരണം അദ്ദേഹം സ്റ്റാഫോർഡിൽ നിന്ന് ലണ്ടനിലേക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഷിഫ്റ്റ് ചെയ്തു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ നാടക ജീവിതമൊക്കെ അദ്ദേഹം തുടങ്ങുന്നത്. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്, വില്യം ഷേക്സ്പിയർ ഹാസ് റിട്ടൺ മോർ ദാൻ 37 പ്ലേസ്. അദ്ദേഹം 37 നാടകങ്ങൾ അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. 38ാമത്തെ അദ്ദേഹത്തിൻ്റെ നാടകം അതൊരു ഇൻകംപ്ലീറ്റ് പ്ലേ ആയിരുന്നു. ആൻഡ് ദ പ്ലേസ് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ have the reputation of being among the greatest in the English language and in Western literature. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾക്കാണ് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ കുറച്ച് ട്രാജഡീസ് ഉണ്ട്. ട്രാജഡീസ് എന്ന് പറഞ്ഞാൽ ദുരന്ത നാടകങ്ങളാണ്. ഞാൻ അതിലോട്ട് വരുന്നുണ്ട്. സോ ട്രഡീഷണലി ദ പ്ലേസ് ആർ ഡിവൈഡഡ് ഇൻ ടു ജേണേഴ്സ് ഓഫ് ട്രാജഡി, ഹിസ്റ്ററി ആൻഡ് കോമഡി. ഷേക്സ്പിയറുടെ നാടകങ്ങൾ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്: ട്രാജഡി, ഹിസ്റ്ററി ആൻഡ് കോമഡി. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ നാടകങ്ങളുടെ ഒരു സ്വഭാവം. ട്രാജഡി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരാളുടെ ദുരന്തപൂർണമായ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു നാടകമാണ് ഇവിടെ ട്രാജഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ കോമഡി, ജീവിതത്തിൻ്റെ ലൈറ്റർ സൈഡ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന, അത്ര സീരിയസ് അല്ലാത്ത ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന നാടകങ്ങളാണ് കോമഡി. പിന്നെ ഹിസ്റ്ററി, നിങ്ങൾക്കറിയാം, ചരിത്രമാണ്. ചരിത്ര നാടകങ്ങളാണ്. മുൻപ് സംഭവിച്ചിട്ടുള്ള കഥയും സംഭവിച്ചിട്ടുള്ള ആളുകളുടെ ജീവിതവും ആസ്പദമാക്കിയിട്ടുള്ള നാടകങ്ങളാണ് ഹിസ്റ്ററി. ഇങ്ങനെ 3 ടൈപ്പായിട്ടാണ് ഷേക്സ്പിയറുടെ നാടകങ്ങൾ കണക്കാക്കുന്നത്. അതിൽ തന്നെ ഷേക്സ്പിയറൻ ട്രാജഡീസ് ആർ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഡിസ്കസ്ഡ് പ്ലേസ് ഡ്യൂറിങ് ദി 19th and 20th century, എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. 19ാം നൂറ്റാണ്ടിലെയും 20ാം നൂറ്റാണ്ടിൻ്റെയും സാഹിത്യ വിമർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. സോ ദ ട്രാജഡീസ് ഓഫ് വില്യം ഷേക്സ്പിയർ ആർ ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഡിസ്കസ്ഡ് പ്ലേസ് ഡ്യൂറിങ് ദി 19th and 20th century, എസ്പെഷ്യലി ഇൻ ദി ഫീൽഡ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. 19ാം നൂറ്റാണ്ടിൻ്റെയും 20ാം നൂറ്റാണ്ടിൻ്റെയും സാഹിത്യ വിമർശനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പങ്കുവഹിച്ച വർക്കുകളാണ് ഷേക്സ്പിയറുടെ ട്രാജഡികൾ എന്ന് പറയുന്നത്. സോ ഹിയർ ആർ ദി 4 മേജർ ട്രാജഡീസ് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ: ഹാംലെറ്റ്, മാക്ബത്ത്, കിങ് ലിയർ ആൻഡ് ഒതെല്ലോ. സോ ദീസ് ആർ ദി മേജർ ട്രാജഡീസ് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. സോ എന്താണ് ട്രാജഡീസ്? വാട്ട് ആർ ദി ട്രാജഡീസ്? Tragedies are primarily concerned with the tragic hero and his tragic flaw. ഒരു നായകനുണ്ടാവും, അദ്ദേഹത്തിനെ നമ്മൾ ട്രാജിക് ഹീറോ ആണ് പറയുക. അങ്ങനെ നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന ആ നായകൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്യാരക്ടറിലെ ഒരു ഫ്ലോ കൊണ്ട്, ഒരു വീഴ്ച കൊണ്ട് അദ്ദേഹത്തിനെല്ലാം നഷ്ടപ്പെടും. അദ്ദേഹത്തിൻ്റെ ലൈഫ് പെട്ടെന്ന് തകിടം മറിയും. അങ്ങനെ പിന്നീട് അതൊരു ഡിസ്ട്രക്ഷനിലേക്ക് നയിക്കപ്പെടുന്നു. ഈ ഒരു രീതിയിലാണ് ഓരോ ട്രാജഡിയും പോകുന്നത്. സോ ഇതിലെ നായകനെ നമ്മൾ ട്രാജിക് ഹീറോ എന്നും പറയും. അദ്ദേഹത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വീക്ക്നെസ്സിനെ നമ്മൾ ട്രാജിക് ഫ്ലോ എന്നും പറയും. സോ ദ ഫണ്ടമെൻ്റൽ ട്രാജിക് ട്രൈറ്റ് ഓഫ് ദി ഷേക്സ്പിയറൻ ഹീറോ ഓർ പ്രോട്ടഗണിസ്റ്റ്, ഹിസ് ഇൻട്രസ്റ്റ്, പാഷൻ ഓർ പെർട്ടിക്കുലർ ഹാബിറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് ലീഡ്സ് ടു ഹിസ് ഡൗൺഫാൾ ഇൻ ഹിസ് ട്രാജിക് ഫ്ലോ, വിച്ച് ഈസ് ദ കീ ഫീച്ചർ ഓഫ് ഷേക്സ്പിയറൻ ട്രാജഡീസ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രാജിക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാജിക് ഹീറോ, ട്രാജഡിയിലെ കേന്ദ്ര കഥാപാത്രമായ ട്രാജിക് ഹീറോയുടെ ഒരു ക്യാരക്ടർ വീക്ക്നെസ്സാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുള്ളൊരു വീക്ക്നെസ്സാണ്. ഇപ്പോൾ നമ്മൾ മാക്ബത്തിനെ എടുക്കുകയാണെങ്കിൽ, മാക്ബത്തിന് ഒടുക്കത്തെ അംബീഷനായിരുന്നു, ഓവർ അംബീഷ്യസ് ആയിരുന്നു മാക്ബത്ത്. അതാണ് അദ്ദേഹത്തിൻ്റെ ട്രാജിക് ഫ്ലോ.
ഹാംലെറ്റിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു അവിടെ. കിങ് ലിയറിലാണെങ്കിലോ അൺകൺട്രോളബിൾ ആങ്കർ വരുന്നു. അതുപോലെ തന്നെ ഒതല്ലോയിൽ ഒരു ജലസി ഫീൽ ചെയ്യുന്നു അദ്ദേഹത്തിന്. സോ ഇതൊക്കെയാണ് ഈ ട്രാജിക് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് വരാൻ പോകുന്നത്. സോ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോനറ്റാണ്, സോനറ്റ് 29. സോ സോനറ്റ് 29 പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സോനറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഷേക്സ്പിയർ ഹാസ് ഓൾസോ റിട്ടൻ 154 സോനറ്റ്സ്. 154ഓളം സോനറ്റ് ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. എ സോനറ്റ് എന്താണ് സോനറ്റ് എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. എ സോനറ്റ് ഇസ് എ ലിറിക് പോം ഓഫ് 14 ലൈൻസ് റിട്ടൻ ഇൻ എ സിംഗിൾ സ്റ്റാൻസ. 14 വരികൾ മാത്രമുള്ള ചെറിയ കവിതകളെയാണ് നമ്മൾ സോനറ്റ് എന്ന് പറയുന്നത്. 14 വരികൾ മാത്രം ഉണ്ടാവുക, ഒരു പർട്ടിക്കുലർ റൈം സ്കീം അവിടെ ഉണ്ടാവും. ദീസ് ലൈൻസ് ആർ ലിങ്ക്ഡ് ബൈ ആൻ ഇൻട്രിക്കേറ്റ് റൈം സ്കീം. ദെൻ there are 2 types of sonnets in literature. One is Petrarchan sonnet. Petrarchan sonnet named after the 14th century Italian poet Petrarch. സോ ആദ്യം ഇറ്റലിയിലാണ് സൊനറ്റ് വന്നത്. പെട്രാർക്ക് എന്ന പോയറ്റാണ് ആ സൊനറ്റ് ഇൻവെൻറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ പെട്രാർക്കൻ സൊനറ്റ് അല്ലെങ്കിൽ ഇറ്റാലിയൻ സൊനറ്റ് എന്ന് വിളിക്കും. ഇനി ഷേക്സ്പിയർ സൊനറ്റ്. സോ ആഫ്റ്റർ ദ ഇൻവെൻഷൻ ഓഫ് പെട്രാർക്കൻ സൊനറ്റ്, തോമസ് വ്യാട്ട് ആൻഡ് ഏൾ ഓഫ് സറേ, ഇവർ രണ്ടുപേരും, തോമസ് വ്യാട്ട് ആൻഡ് ഏൾ ഓഫ് സറേ, ഇവർ രണ്ടുപേരും കൂടിയിട്ട് സോനറ്റ് ഇംഗ്ലീഷിലേക്ക് അഡോപ്റ്റ് ചെയ്തു. ബട്ട് ഷേക്സ്പിയർ പെർഫെക്റ്റഡ് ദ ജേണർ. സോനറ്റ് ഇംഗ്ലീഷിലോട്ട് ഇൻവെൻറ്റ് ചെയ്തത് വ്യാട്ടും സറയും തന്നെയാണ്. പക്ഷേ ഷേക്സ്പിയർ ആണ് അതിനൊരു പ്രചാരം കൊടുത്തത്. അതുകൊണ്ട് ഇംഗ്ലീഷ് സോനറ്റ് അല്ലെങ്കിൽ ഷേക്സ്പിയറൻ സോനറ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്മളിതിൻ്റെ റൈം സ്കീമിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. എന്താണ് പെട്രാർക്കൻ സോനറ്റിൻ്റെ റൈം സ്കീം? എ ബി ബി എ, എ ബി ബി എ, സി ഡി ഇ, സി ഡി ഇ, അങ്ങനെയാണ് അതിൻ്റെ റൈം സ്കീം. റൈം സ്കീം എന്താണെന്ന് അറിയാമല്ലോ, ഒരു വരിയിൽ അവസാന ഭാഗത്ത് വരുന്ന റൈമാണ്. അത് വെച്ചിട്ടാണ് റൈം സ്കീം ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ എ ബി ബി എ, എ ബി ബി എ, സി ഡി ഇ, സി ഡി ഇ ആണ് പെട്രാർക്കൻ സോനറ്റിൻ്റെ റൈം സ്കീം വരിക. എന്നാൽ ഷേക്സ്പിയറൻ സോനറ്റിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അവിടെ എ ബി എ ബി, സി ഡി സി ഡി, ഇ എഫ് ഇ എഫ്, ജി ജി, അങ്ങനെയാണ് അതിൻ്റെ രീതി. അത് വരുന്നത് അങ്ങനെയാണ്. അതിൻ്റെ വേറൊരു മാറ്റം കൂടിയുണ്ട്. നമ്മൾ പെട്രാർക്കൻ സോനറ്റ് ടോട്ടൽ 14 ലൈൻസ് ആണ് പറയുന്നത്. ടോട്ടൽ 14 ലൈൻസിന് ആദ്യത്തെ 8 വരി ഒക്ടേവ് എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് 8 ലൈൻസ് ആർ നോൺ ആസ് ഒക്ടേവ്സ് ആൻഡ് റിമൈനിങ് 6 ലൈൻസ് ആർ നോൺ ആസ് സെസ്റ്ററ്റ്. ബാക്കി വരുന്ന 6 വരിയെ നമ്മൾ സെസ്റ്ററ്റ് എന്ന് പറയുന്നു. സോ ഒരു പെട്രാർക്കൻ സോനറ്റിനകത്ത് ഒക്ടേവും ഉണ്ടാവും, സെസ്റ്ററ്റും ഉണ്ടാവും. എന്നാൽ ഷേക്സ്പിയറൻ സോനറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഷേക്സ്പിയറൻ സോനറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 12 ലൈൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 quatrains വിത്ത് 4 ലൈൻസ് ഈച്ച്. 3 quatrain ആണ് ഉണ്ടാവുക. എ ബി എ ബി, സി ഡി സി ഡി, ഇ എഫ് ഇ എഫ് എന്നിങ്ങനെ 4 വരിയുള്ള 3 quatrain ആണ് ആദ്യം ഉണ്ടാവുക. 4 × 3 12 ആയി. പിന്നെ ബാക്കി 2 വരിയാണ് അവിടെ ജി ജി റൈം സ്കീം വരുന്നത്. സോ 3 quatrains, 4 വരി വരുന്ന സ്റ്റാൻസയെ നമ്മൾ quatrains എന്നാണ് പറയുക. 4 വരിയുള്ള 3 സ്റ്റാൻസയുണ്ട്. അതുപോലെ തന്നെ 2 വരി, അവസാനം 2 വരി ബാക്കിയാവും, അതിനെ നമ്മൾ കപ്ലെറ്റ് എന്ന് പറയുക. അപ്പോൾ ഷേക്സ്പിയറൻ സോനറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 quatrains ആൻഡ് എ കപ്ലെറ്റ്. പെട്രാർക്കൻ സോനറ്റിൻ്റെതോ, പെട്രാർക്കൻ സോനറ്റിൻ്റെത് ഒക്ടേവ്, 8 ലൈൻസുള്ള ഒരു ഒക്ടേവും 6 ലൈൻസുള്ള ഒരു സെസ്റ്ററ്റുമാണ് അതിൽ വരുന്നത്. സോ പെട്രാർക്കൻ സോനറ്റ് എന്തൊക്കെയാണ്? ഒരു ഒക്ടേവ്, ഒരു സെസ്റ്ററ്റ്. ഷേക്സ്പിയറൻ സോനറ്റ് 3 quatrains ആൻഡ് എ കപ്ലെറ്റ്. സോ ലെറ്റ്സ് മൂവ്.
So there are a lot of sonnets written by William Shakespeare. Sonnet 18 and Sonnet 116 and Sonnet 73 are well-known sonnets written by Shakespeare. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു സൊനറ്റുകളാണ്. നമ്മളിവിടെ സൊനറ്റ് 29 പഠിക്കുന്നുണ്ട്. എന്നാൽ മറ്റു പ്രധാനപ്പെട്ട സൊനറ്റ്സുകളാണ്. സോ ഇനി പറയാനുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് കൂടിയാണ്. സോ മോസ്റ്റ് ഓഫ് ഹിസ് സൊനറ്റ്സ് അഡ്രസ്ഡ് എയ്തർ ടു എ യങ് മാൻ ഓർ എ ഡാർക്ക് ലേഡി. അദ്ദേഹത്തിൻ്റെ എല്ലാ സൊനറ്റുകളും, അതിൽ കൂടുതൽ സൊനറ്റുകളും ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ടും ബാക്കി കുറേ സൊനറ്റുകൾ ഒരു ഡാർക്ക് ലേഡിക്ക് വേണ്ടിയിട്ടും അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെയാണ് അതിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ യങ് മാനെ മിസ്റ്റർ WH എന്നാണ് സാഹിത്യരേഖകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ബാക്കിയുള്ള കുറേ സൊനറ്റുകൾ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് ലേഡിയാണ്, ഒരു ഇമാജിനറി ക്യാരക്ടറാണ് ഈ ഡാർക്ക് ലേഡി എന്ന് പറയുന്നത്. സോ ഇത്രയാണ് സൊനറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ആൻഡ് ഹിസ് സൊനറ്റ്സ് ദോ വൈഡ് റേഞ്ചിങ് ഇൻ തീംസ് ഫോക്കസ് predominantly on love, transcendence of life and beauty and the working of desire. സോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തീമുകളാണ് കാര്യമായിട്ട് പ്രണയം തന്നെയാണ്. പിന്നെ ലൈഫിനെ കുറിച്ചുള്ള കുറച്ച് കാഴ്ചപ്പാടുകളും ഫിലോസഫിയും അതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സൊനറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. സോ ഇത്രയും പോയിൻ്റ് ഇപ്പം ഞാൻ ഈ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുള്ള മുഴുവൻ പോയിൻറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പോയിൻ്റ് വൈസായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിനൊന്നും മിസ് ചെയ്യാനില്ല. ഞാൻ നിങ്ങളുടെ കരിക്കുലം അരിച്ചു പെറുക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തതാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്നൊന്നും കളയാനില്ല. ഇതിൽ കൂടുതൽ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൽ നിന്നൊന്നും കളയാനില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ അടുത്തൊരു സെഷനിൽ നമ്മൾ പോയം ഡിസ്കസ് ചെയ്യും. താങ്ക് യു.